ഓണ എക്സാമിന് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റൻ അത് പാരാമെട്രി ഫംഗ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇവിടെ ഏതാണ് പാരാമീറ്റർ തന്നേക്കണത്, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ആയതുകൊണ്ട് നമ്മൾ ഓരോന്നിനെയും തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ വൈയെ നമ്മൾ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ അവിടെ കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ നിർത്തുക. ദെൻ തീറ്റയെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, മൈനസ് സൈൻ തീറ്റയെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ വരും. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ വരും. ദെൻ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ ഇതേ സെയിം മോഡല് ദാറ്റ് ഈസ് ഈക്വൽ ടു എ അവിടെ കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ നിർത്തി. 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ 0, അത് എഴുതേണ്ട ആവശ്യമില്ല. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്യണം. therefore dy by dx എന്ന് പറയണം dy by d theta divided by dx by d theta, that is a into 1 minus cos theta divided by a into minus sin theta വരും. ഇവിടെ നോക്കുക, ഫസ്റ്റ് വൺ എയും എയും കോമൺ ആണെന്ന് വെട്ടിപ്പോവും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ തീറ്റ വരും. വേണമെങ്കിൽ ഇതിനെ ഒന്നും സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര എഴുതിയാലും മതി, നമ്മുടെ ആൻസർ ആയി.